വേദപുസ്തകത്തിനകത്ത് രണ്ട് തരത്തിലുള്ള ഇഷ്ടങ്ങളെ, തീരുമാനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ. രണ്ട്, മനുഷ്യരായ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ തീരുമാനങ്ങളും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ ഇഷ്ടവുമാണ്. ഒന്നാമത്തെ ഉടമ്പടിയായിരിക്കുന്ന അബ്രഹാമി ഉടമ്പടിയിലൂടെ അബ്രഹാമിനും അവൻ്റെ തലമുറയായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനെയും ദൈവം ഭൗതികമായി വല്ലാതെ അങ്ങ് അനുഗ്രഹിച്ചു. സാമ്പത്തികമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തു. എന്നാൽ ക്രിസ്തുവേശുവിലൂടെ ഈ ഒന്നാമത്തെ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ നമുക്കും നൽകിയിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ പുരോഗതിയെ തടയുന്ന, നിങ്ങളെ തടയാൻ ശ്രമിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ അവൻ ക്രൂശിൽ തകർക്കുകയും ശാപങ്ങളെ അഴിക്കുകയും ബന്ധനങ്ങളെ ഉടയ്ക്കുകയും നുകങ്ങളെ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ തീരുമാനവും ദൈവത്തിൻ്റെ ഇഷ്ടവുമാണ്. എന്നാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ തീരുമാനങ്ങളുമാണ്. ഞാൻ ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണമോ വേണ്ടയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ പുരോഗതിയെ തടയുന്ന ഇരുട്ടിൻ്റെ കോട്ടകളെയും നുകങ്ങളെയും ശാപങ്ങളെയും ബന്ധനങ്ങളെയും ഒക്കെ മോചിപ്പിച്ച് എനിക്ക് സ്വതന്ത്രമാകണമോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്. അവിടെ ദൈവം നമ്മളെ നിർബന്ധിക്കുന്നില്ല. ശരിയാണ്, കാൽവറി ക്രൂശിൽ അവൻ സകല ശാപങ്ങളെയും തീർത്തിട്ടുണ്ട്. കാൽവറി ക്രൂശിൽ അവൻ പിശാചിൻ്റെ തലയെ തകർത്തിട്ടുണ്ട്. എന്നാൽ തകർക്കപ്പെട്ട പിശാചിൻ്റെ ആ തലയുടെ മേൽ നിങ്ങൾക്ക് കാലെടുത്ത് വെക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് വിടുതൽ വേണമോ, എനിക്ക് അനുഗ്രഹം ഉണ്ടാകണമോ, എനിക്ക് ആത്മീയമായി ഉണരണമോ, എനിക്ക് ആത്മീയമായി ഉയർച്ച പ്രാപിക്കണമോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, തീരുമാനമാണ്. കർത്താവ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് കരുതി ഇതെല്ലാം നിങ്ങളുടേതായി മാറുന്നില്ല. കർത്താവ് ഇതെല്ലാം ചെയ്തു വെച്ചു എന്ന് കരുതി ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാകണമെന്നില്ല. അതേ, കർത്താവ് സകല മാനവരാശിക്കും വേണ്ടി മരിച്ചില്ലേ? എന്നാൽ ഇപ്പോഴും അതിനെ സ്വീകരിക്കാത്ത എത്രയോ പേരുണ്ട്. കർത്താവ് ക്രൂശിൽ രോഗങ്ങളെ മുഴുവൻ സൗഖ്യമാക്കിയില്ലേ? എന്നിട്ടും ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം എത്രയോ ഉണ്ട്. യേശു കർത്താവ് ക്രൂശിൽ സകല ബന്ധനങ്ങളെയും ശാപങ്ങളെയും പൊട്ടിച്ചില്ലേ? എന്നിട്ടും ഇന്ന് ശാപങ്ങളിലും ബന്ധനങ്ങളിലും കിടക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവുള്ള, വിവേകമുള്ള, തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ബോധമുള്ളവർ മനസ്സിലാക്കും, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടവും അവൻ്റെ തീരുമാനമായിരുന്നു. സാമ്പത്തികവും ആത്മീകവും ഭൗതികവുമായ എല്ലാ ഉയർച്ചയും അവൻ്റെ ഇഷ്ടവും തീരുമാനമായിരുന്നു. അവനത് ചെയ്തു കഴിഞ്ഞു. ഇനി അവയെ സ്വന്തമാക്കണമെന്നുള്ളത്, എൻ്റെ മേൽ കിടക്കുന്ന നുകങ്ങളെ എടുത്തു കളഞ്ഞിട്ട്, ശാപങ്ങളെ പൊട്ടിച്ചു കളഞ്ഞിട്ട്, ബന്ധനങ്ങളെയോട് നോ പറഞ്ഞിട്ട്, പാപത്തോടും അശുദ്ധിയോടും അതിക്രമങ്ങളോടും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവയിലേക്ക് എഴുന്നേറ്റ് ഓടുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഉത്സാഹിപ്പിക്കുന്നു, ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക, നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് കാലുവെക്കുക, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ തുടങ്ങുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി